ഇതെന്താ സംഭവമെന്ന് വലിയ വിശദീകരണമൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല്ലേ? നമ്മുടെ നെല്ലിക്കയും മഞ്ഞളും ഒക്കെ കൂടി നമ്മൾ അടിച്ച് ഇതുപോലെ ഐസ് ക്യൂബ് ആക്കിയിട്ട് കഴിക്കുന്ന ഈ പരിപാടി വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാണുവശൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സയന്റിഫിക് ആയിട്ട് അതിന്റെ തെളിവുകൾ നിരത്താതെ ഉള്ളിലേക്ക് കഴിക്കുന്ന ഇതുപോലെയുള്ള നാട്ടുമരുന്നുകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എല്ലാവരും ചാടിക്കേറി ഈ സംഭവം കഴിക്കും. ചെറുനാരങ്ങയും കരിഞ്ചീരകവും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് അസിഡിറ്റി ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ. അപ്പം നമ്മൾ അത് കാരണം കൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പരമാവധി ഷെയർ ചെയ്യൽ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ലോങ് വ്ളോഗായിട്ട് നമ്മൾ അതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷനും ഇൻഡിക്കേഷനും ഒക്കെ പറഞ്ഞിടുകയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഇന്ന് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ നെല്ലിക്കും അതുപോലെ തന്നെ മഞ്ഞളും നമുക്ക് ഡെയിലി ഇതുപോലെ അടിച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഒരു 21 ദിവസം മാത്രമേ നമ്മൾ അപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് വേണം വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സിലിക്കോൺ മോഡ് നമുക്ക് മീഷോന്നൊക്കെ മേടിക്കാൻ കിട്ടും, 100 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല, പിന്നെ നെല്ലിക്ക, മഞ്ഞൾ, ഇത്രയും സാധനങ്ങളാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ അരിക്കാതെ തന്നെ, അതായത് ആ ഒരു കൊറ്റം വരുമല്ലോ അതോട് തന്നെ നമ്മൾ ഫ്രീസ് ചെയ്ത് പിന്നെ ഡീമോൾഡ് ചെയ്ത് ഇതുപോലത്തെ നമ്മൾ ഡബ്ബികളിലാക്കി അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കും. നമ്മൾ രണ്ടാളും കഴിക്കാറുണ്ട് കേട്ടോ. ചെറു ചൂടുവെള്ളത്തിൽ രാവിലെ ഇതൊന്ന് ഡിസോൾവ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ വരുന്നുണ്ട്. പുറത്തുനിന്ന് കെയർ കൊടുക്കണ്ടെന്നല്ല, പക്ഷേ ഉള്ളിലത്തെ കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ.